സർവീസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അതിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, കൂടുതൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഈ രംഗത്തെ പബ്ലിക് പോളിസി. ഒന്നാമതായി നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകളെ ഈ കാര്യത്തിൽ നാം ശാക്തീകരിക്കുകയാണ്. ലോക്കൽ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നാം ആവിഷ്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി സമ്പ്രദായം വിപുലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. മുനിസിപ്പാലിറ്റികൾക്കും ആ തരത്തിൽ ബസ്സുകൾ ഓടിക്കുകയാണെങ്കിൽ KSRTC അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. കോർപ്പറേഷന് അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വണ്ടികൾ സ്പോൺസർ ചെയ്യാനുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ അതിന്റെ മൊഡാലിറ്റി നമ്മുടെ MLA-മാർക്കും MP-മാർക്കും ജനപ്രതിനിധികൾക്കും അംഗീകൃതമായ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അംഗത്വമുള്ള ഒരു സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് അതിന്റെ പൂർണ്ണമായ സമ്മതം വാങ്ങിച്ചു. അതുകൊണ്ട് ഇനിമേലിൽ ജനകീയമായി തന്നെ നമ്മുടെ എല്ലാ ഡിപ്പോകളും പരിപാലിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇത് പൗരന്മാരുടെ സ്വത്താണ്, ഇത് പൗരസമൂഹത്തിന്റെ സ്വത്താണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് ബസ്സാണ്. ഇത് ഗവൺമെന്റിന്റെ അല്ല, എന്റെയും നിങ്ങളുടെയും സ്വന്തം ബസ്സാണ്. ആ അർത്ഥത്തിൽ അതൊരു സ്വകാര്യ സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീണ്ട പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീണ്ട പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യലിലെ ആദ്യത്തെ അക്ഷരം തന്നെ മലയാളത്തിലുള്ള വിസ്മയമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റൊരു വിസ്മയം ഇപ്പൊ ഇവിടെ പൊട്ടി വിടരാൻ പോകുന്നു. അദ്ദേഹം ഒരു ടിക്കറ്റ് ഒരു വനിതയ്ക്ക് കൊടുക്കും. ആ ടിക്കറ്റിൽ 0 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ വനിതകൾ എല്ലാവരും എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി എഴുതണം. അവരോട് കണ്ടക്ടറോട് പറയണം. അതുപോലെ എവിടെയെങ്കിലും ഉദാഹരണത്തിന് ഇവിടെ നിന്നും പാളയത്തേക്ക് പോയി വീണ്ടും നിങ്ങൾക്ക് പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, പൈസ കൊടുക്കണ്ട എന്ന് മാത്രം. അതുകൊണ്ട് ആ ടിക്കറ്റിംഗ് സമ്പ്രദായം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ ഉദ്ഘാടനത്തിനായി വളരെ വിനയപൂർവ്വം എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ UDF-ന്റെ ഏറ്റവും പ്രായം കൊണ്ട് കുറവാണെങ്കിലും പ്രായം കുറഞ്ഞ കാരണവസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ഞാൻ ആദരവോടുകൂടി